അർജന്റീനയുമായുള്ള ഫുട്ബോൾ മത്സരത്തിന് സ്റ്റേഡിയം വിട്ടുനൽകിയത് കരാർ ഉറപ്പിക്കാതെയാണെന്ന ആരോപണം തള്ളി കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. ഒറ്റപ്പാലം അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഉപജില്ലാ കലോത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു മന്ത്രി. ആരോപണത്തിന് GDDA കഴിഞ്ഞ ദിവസം കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി കോതകുർശിയിൽ പറഞ്ഞു. സ്റ്റേഡിയം അർജന്റീന ടീം വന്ന് പരിശോധിച്ചു. സംസ്ഥാന സർക്കാരും പരിശോധിച്ചിരുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂ പോരായ്മയുണ്ട്. സുരക്ഷാ കാര്യങ്ങളിലും പരിമിതിയുണ്ടായി. ഇതിനാലാണ് നിശ്ചയിക്കപ്പെട്ട ദിവസം മത്സരം നടക്കാതിരുന്നത്. ഇവ പൂർത്തീകരിച്ച് ഫിഫയുടെ അനുമതി ലഭിച്ച ശേഷം കളി നടക്കും. സ്പോൺസറെ കണ്ടെത്തിയത് സുതാര്യമായ നടപടിയിലൂടെയാണെന്നും മന്ത്രി വിശദീകരിച്ചു. മന്ത്രിയുടെ പ്രതികരണം തേടാനെത്തിയ മാധ്യമപ്രവർത്തകരെ സംഘാടകരും പോലീസും ചേർന്ന് ആദ്യം തടയുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് മന്ത്രി പ്രതികരിക്കാൻ സന്നദ്ധത അറിയിച്ചതോടെയാണ് തടഞ്ഞവർ പിന്മാറിയത്. ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് സ്പോൺസർക്ക് ഈ സ്റ്റേഡിയം വിട്ടുകൊടുത്തത് യാതൊരു തരത്തിലുള്ള കരാറും ഇല്ലാതെയാണെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കരാർ ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ എന്താണ്? ഈ കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ GCDA കൃത്യമായി തന്നെ ഇന്നലെ അതിൻ്റെ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട GCയുടെ ചെയർമാൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ മറ്റൊരു അവ്യക്തമായിട്ടുള്ള ഒന്നുമില്ല. അത് കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു. രണ്ടാമതൊരു കാര്യം, ഈ നവംബർ 17 കളിയുമായി ബന്ധപ്പെട്ട് മിനിഞ്ഞാന്ന് ഞാൻ മലപ്പുറത്ത് വെച്ച് പറഞ്ഞത്, അതിലെന്തെങ്കിലും പുതിയ വാർത്തകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിയിക്കും. കലൂർ സ്റ്റേഡിയത്തിൻ്റെ കാര്യം GCDA പറഞ്ഞു തന്നെയാണ്. ഇതിൽ മറ്റൊരു വ്യത്യാസം. സ്വാഗതം ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അർജന്റീനയുടെ അവരുടെ ടീമിൻ്റെ ബന്ധപ്പെട്ട ടെക്നിക്കൽ ഓഫീസർ വന്ന് പരിശോധിച്ചു. 20 ദിവസം മുമ്പെങ്കിലും നമ്മൾ കൊടുക്കണമായിരുന്നു. നമ്മുടെ പരിശോധനയിലാണ് ഫയറടക്കമുള്ള സൗകര്യങ്ങളുടെ കുറവ് കണ്ടെത്തിയത്. മാത്രമല്ല അതിൽ സേഫ്റ്റി വളരെ പെട്ടെന്ന് തന്നെ അത് തീർക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അത് തീരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. സമയത്തിന് ആ വർക്കുകൾ ഇപ്പോൾ പൂർത്തീകരിച്ച് നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൽ ഇത്രയും ആളുകൾ ജോലി ചെയ്യാൻ, ആ ജോലി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിഫയുടെ അംഗീകാരം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കളിയാണ്. അതൊക്കെ അതിനും കൃത്യമായി സുതാര്യമായ നടപടികൾ നടന്നിട്ടുണ്ട്. അത് കൃത്യമായി അത് വിളിച്ചു. അതിൻ്റെ സർക്കാർ ഉത്തരവ് നിലവിലുണ്ട്. അത് കൃത്യമായി പറഞ്ഞു. ചേട്ടാ ഒരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.